ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ എൻഡിഎക്കുള്ളിൽ ഭിന്നത പരസ്യമായി. അജിത് പവാറിന്റെ ഭാര്യയടക്കം സഖ്യകക്ഷികൾ കാലുവാരി തോൽപ്പിച്ചെന്ന് എൻസിപി വക്താവ് തുറന്നടിച്ചു. പിന്നാലെ തനിക്കൊപ്പമുള്ളവരുടെ അടിയന്തര യോഗം അജിത് പവാർ വിളിച്ചു ചേർത്തു. ഏറ്റവും കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം മുന്നണി ബന്ധം തന്നെ അവസാനിപ്പിച്ചേക്കാമെന്ന നിലയിലേക്ക് വളരുകയാണ്. അജിത്തിന്റെ ഭാര്യയെ തന്നെ ബാരാമതിയിൽ മത്സരിപ്പിക്കാൻ ഇറക്കിയത് സഖ്യകക്ഷികളുടെ കൂടി സമ്മർദ്ദ ഫലമായാണ്. എന്നിട്ടും സുപ്രിയ സുലെയോട് സുനേത്ര പവാർ വൻ തോൽവി ഏറ്റുവാങ്ങി. സുനേത്രയ്ക്ക് കിട്ടിയത് അജിത്തിനെ അനുകൂലിക്കുന്നവരുടെ മാത്രം വോട്ടാണെന്നും BJPയും ഷിൻഡെയും പാലം വലിച്ചെന്നുമാണ് NCP വക്താവ് അമോൽ മിത്കരി തുറന്നടിച്ചത്. ഇന്നലെ നടന്ന NDA യോഗം ബഹിഷ്കരിച്ച അജിത്ത് നിസ്സഹരണത്തിലാണ്. NCPയുടെ ഭാവിയെ തന്നെ നിർണയിച്ചേക്കാവുന്ന നിർണായക യോഗമാണ് ഇപ്പോൾ മലബാർ ഹില്ലിലെ അജിത് പവാറിന്റെ വസതിയിൽ പുരോഗമിക്കുന്നത്. വൈകിട്ടോടെ തനിക്കൊപ്പമുള്ള എല്ലാ MLAമാരും MP മാരും മുംബൈയിൽ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തനിക്കുള്ള അമർഷം അജിത്ത് മുന്നണി നേതൃത്വത്തെ അറിയിച്ചതാണ്. തന്റെ MLAമാരെ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അടർത്തിയെടുത്തേക്കുമെന്ന ആശങ്കയും അജിത്തിനുണ്ട്. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്ന തോന്നലിലാണ് അജിത് പവാർ നിർണായക യോഗങ്ങൾ വിളിക്കുന്നത്. അജിത് പവാർ വിഭാഗം MLAമാരുമായി ശരത് പവാർ വിഭാഗവും ചർച്ച നടത്തുന്നതായാണ് സൂചന. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.